നേരിട്ട് ക്രിസ്ത്യൻ പ്രതിനിധിയിൽ നിന്നൊരു കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്നു, ജോർജ് കുര്യൻ. ഇന്ന് ആ കേന്ദ്രമന്ത്രിയുടെ ഏറ്റവും നിസ്സഹായമായ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. എനിക്ക് കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനോട് പറയാനുള്ളത്, അങ്ങനെ ഹിന്ദി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ പെൺകുട്ടികൾ പറയുന്നതാണ്. മിസ്റ്റർ ഹിന്ദി അറിയാലോ? ഹിന്ദി എവിടെ അറിയാം? പക്ഷേ ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ വികാരം അത് മനസ്സിലാക്കാൻ പഠിക്കണം. ചില സമയങ്ങളിൽ സൈലൻസ് ഈസ് ഗോൾഡൻ എന്നാണ്. അങ്ങേക്ക് ചുരുങ്ങിയ പക്ഷം വായ തുറക്കാതിരിക്കാമായിരുന്നു. പക്ഷേ അങ്ങ് ഇന്ന് 2 കന്യാസ്ത്രീകൾ ദുർഗിലെ 53 കുറ്റവാളികൾക്കൊപ്പം ജയിലിൽ കഴിയുന്ന സമയത്ത് 2 മാലാഖമാർ അവിടെ അങ്ങനെ തടങ്കലിൽ കഴിയുന്ന സമയത്ത് ചിരിച്ചും ഉല്ലസിച്ചും പരിഹസിച്ചും പുച്ഛിച്ചും നടത്തിയ പ്രകടനമുണ്ടല്ലോ, അത് അത്യന്തം ഖേദകരമാണ്. അത് അത്യന്തം വഷളത്തരം നിറഞ്ഞ പ്രയോഗമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്റെ സുഹൃത്തെ, നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യം കൊടുത്താൽ അപേക്ഷ കൊടുത്താൽ തള്ളിക്കളയും. അത് വേറെ ആരെങ്കിലും നടത്തുന്നുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, വേറെ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് നടത്തുന്നുണ്ടോ? BJP അല്ലാതെ ആരെങ്കിലും? BJP അല്ല പിടിച്ച് പുറത്തിട്ടത്, അകത്തിട്ടത്. അവിടെ കുട്ടികളെ ഒറ്റയ്ക്ക് കണ്ടപ്പോ അവര് TT ആണ് പോലീസുകാരോട് പറഞ്ഞു ഇവരെ ഒന്ന് ശ്രദ്ധിക്കാൻ. അവരുടെ മാതാപിതാക്കളെ വിളിച്ചു, ഒരു കുഴപ്പമില്ല, കന്യാസ്ത്രീകളുടെ കൂടെ ഞങ്ങൾ വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നോ? ഇതാ റിപ്പോർട്ടർ TV മാത്രം ആദ്യമായിട്ട് പറയുന്നു. മിനിസ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. റിപ്പോർട്ടർ TVയുടെ ആദ്യം റിപ്പോർട്ടർ TV ഒഫീഷ്യലായിട്ട് ഞാൻ വരുത്തി. ഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ വരും. സൗണ്ട് എപ്പോഴാ കിട്ടിയത്? എപ്പോഴും ആദ്യം പറയുന്ന റിപ്പോർട്ടർ ഇപ്പൊ പറയും എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ പറ, എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാലോ? ഞങ്ങൾ 5 വർഷമായി ക്രിസ്ത്യാനികളാണ്. അതല്ലല്ലോ നിങ്ങൾ ചോദിച്ചത്. ആരെ പിടിച്ചതെന്നല്ലേ ചോദിച്ചത്? അവിടുത്തെ ഉദ്യോഗസ്ഥരല്ലേ? അങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് ആദ്യമായി ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയത് നമ്മൾ കണ്ടു. എവിടെയെന്നറിയാമോ? തെരുവിലല്ല, മുതലപ്പുഴയിൽ ജോർജ് കുര്യൻ മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ നിന്ന് ജോർജ് കുര്യൻ പ്രസംഗിക്കാൻ തുടങ്ങിയതോടുകൂടി ആളുകൾ ഓരോന്നായിട്ട് എഴുന്നേറ്റ് പോയി തുടങ്ങി. നിങ്ങൾ എത്ര കൊന്ത കൊടുത്താലും കുരിശു കൊടുത്താലും കേക്ക് കൊടുത്താലും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിലെ വിശ്വാസികൾക്ക് ഇന്ന് BJP നേതാവ് പറയുന്നതിൽ വിശ്വാസമില്ല എന്നതിന്റെ തെളിവാണ്. ജോർജ് കുര്യൻ സാറിനെ മുഖ്യ പ്രഭാഷണത്തിനായി സർ പ്ലീസ്. മുതലപ്പുഴയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെതിരെ പ്രതിഷേധം. മന്ത്രി ജോർജ് കുര്യൻ സംസാരിക്കുന്നതിനിടെ ആളുകൾ വേദി വിട്ടുപോയി. മുതലപ്പുഴ മത്സ്യബന്ധന തുറമുഖം 177 കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടന പരിപാടിക്കിടെയാണ് ആളുകൾ വേദി വിട്ടുപോയത്. കാണാം ദൃശ്യങ്ങൾ. അതാണ് ഇന്ന് ഒരു കേന്ദ്രമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ പ്രകടനം. എന്താണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്? ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ക്രിസ്ത്യൻ സഭയിലെ 2 മാലാഖമാരായിരിക്കുന്ന 2 വയോധികരായിരിക്കുന്ന സിസ്റ്റർമാര് ജയിലിൽ തടങ്കലിൽ കഴിയുന്ന സമയത്ത് ആനയൂട്ടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ് കേരളത്തിലെ ഒരു മന്ത്രി.